ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. വരവൂർ പാലയ്ക്കൽ ക്ഷേത്ര പരിസരത്ത് ദേവസ്വം ഭൂമിയിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തി. വരവൂർ പാലയ്ക്കൽ ക്ഷേത്ര പരിസരത്ത് ദേവസ്വം ഭൂമിയിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തി. പാലയ്ക്കൽ ക്ഷേത്രകുളത്തിനു മുൻപിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 12-13 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് നേരെ വരവൂർ വടക്കേതിൽ വീട്ടിൽ ചന്ദ്രൻ മകൻ ഷനീഷ് എന്നയാൾ കുട്ടികളെ ആക്രമിക്കുകയും തെറി വിളിക്കുകയും അവരുടെ കളി തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇതറിഞ്ഞു വന്ന പ്രദേശവാസികൾക്ക് നേരെയും ലഹരിക്ക് അടിമപ്പെട്ട ഇയാൾ ആക്രമണം നടത്തി. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാടത്ത് വെള്ളം നിറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കളിച്ചായിരുന്നു. ഇവിടെ കളി കഴിഞ്ഞിട്ട് കുളത്തിൽ കുളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ്. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സനീഷ് പറഞ്ഞൊരു ഏട്ടൻ മദ്യപിച്ച അബോധാവസ്ഥയിൽ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങളുടെ നിന്ന് ബോൾ പിടിച്ച് വാങ്ങി ഒരു ചെക്കൻ്റെ ഷോൾഡർ പിടിച്ച് വലിക്കുകയും അമ്മയ്ക്ക് വിളിക്കുക, അച്ഛനെ വിളിക്കുകയൊക്കെ കുറേ സംഭവം ഉണ്ടായി. ഞങ്ങളതിനെ മർദ്ദിക്കാൻ വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മാമേനെ വിളിച്ചു. മാമേനെ വിളിച്ചിട്ട് മാമ വന്ന് കളിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇവിടെ മാമയായിട്ട് അലമ്പുണ്ടാക്കാൻ വന്നു. അടിയായി. അങ്ങനെ ഏട്ടന്മാരെ കൂടി ആൾക്കാർ വന്നു. എന്നിട്ട് അടിച്ചു. ഏട്ടനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മുൻപും സമാന രീതിയിൽ ലഹരിക്ക് അടിമപ്പെട്ട വയോധികനെ ആക്രമിച്ചതിന് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ ഇയാളുടെ പേരിൽ കേസുണ്ട്. അയാൾക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വേനൽക്കാലത്തോടെ പാടത്ത് കളിച്ചിരുന്നു. ഇപ്പോൾ മഴയായപ്പോൾ അവർ ഇവിടെ കളിക്കാറുണ്ട്. ഒരു കുറച്ച് നേരം സമയം അവർ പഠനം കഴിഞ്ഞ് വന്നാൽ കളിക്കുന്നതാണ്, സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 5:35 സമയത്ത് ഇതേപോലെ എനിക്ക് ഇങ്ങനെ വിളി വരുന്നു. അങ്ങനെ സംഭവം ഇവിടെ ഒരു കള്ള് കുടിച്ചിട്ട് ബോധാവസ്ഥയിലൊരു പയ്യൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ തല്ലാൻ വരികയാണ്, അച്ഛനും അമ്മേനൊക്കെ തെറി വിളിക്കുന്നു, ഞങ്ങളെ തല്ലുന്നു, ബോൾ പിടിച്ചു വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വിളി വരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് അന്വേഷിച്ചു. ഞാനും അന്വേഷിച്ചും കൂടി വന്ന് അന്വേഷിച്ചപ്പം ഞങ്ങളുടെ മേലെ ആക്രമിക്കാൻ വരികയുണ്ടായി. ഒരു ഉന്തും തള്ളും വഴക്കും തിക്കും തിരക്കിൻ്റെ സംഭവം പോയി. വളരെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഉള്ളൊരു പയ്യനാണ്. സ്ഥിരമായിട്ട് മുൻപ് 2 വർഷം മുന്നേ ഇതേപോലെ തന്നെ ഈ പയ്യൻ നമ്മുടെ ഇവിടെ വരൂർ ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ രാമംകുളം അമ്പല പരിസരത്ത് വെച്ചിട്ട് വയോധികനായ പശുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ആക്രമിച്ച് താടിയെല്ലൊക്കെ പൊട്ടിച്ചിട്ട് നിലവിലെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്കെതിരെ ഒരു കേസുണ്ട്. അപ്പം സ്ഥിരമായിട്ട് ലഹരിക്ക് അടിമപ്പെട്ട് ഒരു ബോധപൂർവമായിട്ട് അപകടങ്ങൾ അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഉള്ളത്. ഈ പ്രദേശത്ത് പോയി കുട്ടികളൊക്കെ ഒരു വൈകുന്നേരം നമ്മളിപ്പം ഒരു പൊതുവായിട്ട് ഗവൺമെൻറ്റും എല്ലാവരും കൂടി ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ലഹരിയാവാൻ കളിയിടങ്ങളോടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ തരത്തിലുള്ള കുഞ്ഞു മക്കളാണ്. 10, 12, 15 വയസ്സൊക്കെ പരമാവധി പ്രായമുള്ള കുട്ടികളാണ്. അവർക്കെതിരെയാണ് ആ തല്ലാനും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആക്രമിക്കുന്ന തരത്തിലേക്കൊരു ശീലം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇപ്പം ചെറുതുരുത്തി സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സമാന സ്വഭാവത്തിലുള്ള കേസ് തന്നെയാണ് പെരുമപ്പെട്ടി സ്റ്റേഷൻ ഇവർക്കെതിരെ ഉള്ളത്. ന്യൂസ് ഡെസ്ക് CCV.